ചങ്ങായിമാരെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പെണ്ണുങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ, അതായത് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അവരെ റിമാൻഡിൽ വെക്കുമ്പോൾ പിന്നെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള കോലാഹലങ്ങളാണ് ഉണ്ടാവുക. കോലാഹലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ട് ഇപ്പോൾ സംവാദ ചർച്ചകൾ വരെ നടത്തി തുടങ്ങി നമ്മളെ 24 ന്യൂസ്. അപ്പോൾ പിന്നെ ഒരു ഭാഗത്ത് പുരുഷ വിരോധികളും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, മറുഭാഗത്ത് നമ്മളെ പുരുഷ കമ്മീഷൻ്റെ ആൾക്കാരും. അപ്പോൾ ഇന്നലെ ഞാൻ അതിൻ്റെ പകുതിയെ കണ്ടിട്ടില്ല, മുഴുവൻ കാണാൻ നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ സംസാരം എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ പറയണ്ടേ, നമുക്കെതിരെ തന്നെയായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഒരു ന്യായം പറയുന്നതിന് എന്നാ പറയണ്ടേ, ഒരു പരിധിയില്ലേ. ഇത് എന്ന് വെച്ചാൽ പലയിടത്തും എന്നാ പറയേണ്ടത്, ഉത്തരം മുട്ടുകയെന്ന് രാഹുൽ ഈശ്വർ പറയുന്നതിനൊക്കെ ഉത്തരം മുട്ടിയിട്ട് നിൽക്കുകയെന്നവർ. അപ്പോൾ അവർക്ക് തന്നെ അറിയാം പിന്നെ ചെയ്യുന്നതിൽ ഒരുപാട് ഫോൾട്ടുകളുണ്ടെന്ന്, അവർ ചെയ്ത് കൂട്ടിയതിൽ ഒരുപാട് ഫോൾട്ടുകളുണ്ടെന്ന് അവർക്ക് നല്ലപോലെ മനസ്സിലായിന്. പക്ഷേ അത് സമ്മതിക്കുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു ശത്രുക്കളായിട്ടാണ് കാണുന്നത്, ആണുങ്ങളെ ഒരു ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഒരു ഹെൽപ്പിനും ആണുങ്ങൾ വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലാക്കും, ഒരു ഹെൽപ്പിനും ആണുങ്ങളുടെ സഹായം തേടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അല്ല, അത് ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല, അത്രയും നല്ലതല്ലേ. സഹായം പിന്നെ തേടിയിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്, അവർക്ക് അത്രയും ഉപകാരമായി എന്നുള്ളതുണ്ട്. ഞാനൊക്കെ അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ ഇവരെ സഹായിച്ചിട്ട് യാതൊരു കാര്യം ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായൊരു കാര്യം. പക്ഷേ അത് പോട്ട്, അത് കുഴപ്പമൊന്നുമില്ല. സഹായിച്ചിട്ടില്ലെങ്കിലും ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ചൊല്ലുണ്ട്. അതായത് സഹായിച്ചിട്ടില്ലെങ്കിലും മനുഷ്യരെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ക്യാമറയും ഓണാക്കിയിട്ട് ഒരു റീലൊക്കെ പിടിച്ചിട്ട് എന്തോ വലിയ സംഭവം പോലെ ആക്കാമെന്ന് വിചാരിച്ച എല്ലാ പദ്ധതിയും പൊളിഞ്ഞിട്ടാണ് ഇപ്പം ജയിലിലായത്. ഞാൻ പറഞ്ഞില്ലേ, അതാ പറഞ്ഞത്. പിന്നെ എല്ലാ കാലവും ആർക്കും അനുകൂലമാവില്ല. എങ്ങനെ ആവാനാ? ചെയ്യുന്നത് തെണ്ടിത്തരാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഒരുപാട് പേരുടെ പ്രതികരണമാണ് ഇവിടം വരെ എത്തിച്ചത്. മനസ്സിലായ ഒരുപാട് പേരുടെ പ്രതികരണം. ആ ഒരു പ്രതികരണം കൊണ്ട് ഗുണമുണ്ടായിനെ. ആ ഒരു കുടുംബത്തിന്, ആ ഒരു പാവം മനുഷ്യൻ ദീപക്കിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. ആ മനുഷ്യനും നീതി കിട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം പിന്നെ വഴിയെ പോകുന്നവരെയൊക്കെ കൊടുക്കാൻ എന്താ അവകാശമുള്ളത് ഇവിടെ ആൾക്കാർക്ക്? ഇവരുടെ, ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിൽ മാത്രമാണ് ഈ സ്ത്രീകൾക്ക് ഇത്രയും ആറ്റിറ്റ്യൂഡ് ഉള്ളത്. ഇത്രയും ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് കളിക്കുന്നത് ഇവിടുത്തെ പെൺകുട്ടികളും, പിന്നെ കേരളത്തിലെ പെൺകുട്ടികളും അതേപോലെ തന്നെ കേരളത്തിലെ പെണ്ണുങ്ങളും മാത്രമാണ്. മറ്റുള്ള പിന്നെ ഈ കർണാടക, തമിഴ്നാട്ടിലൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സിൽ അത്രയും ഇടുങ്ങിയിട്ടൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ തന്നെ കർണാടകയിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ യാത്ര ചെയ്തത്, ആദ്യം നിന്നിട്ടാണ് യാത്ര ചെയ്തത്. അപ്പോൾ അടുത്തൊക്കെ പെണ്ണുങ്ങളും പെൺകുട്ടികളും ഒക്കെയാണ് ഉണ്ടായത്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം അവർക്കറിയാം ഇതിൽ ആണുങ്ങൾക്കും കൂടി സഞ്ചരിക്കേണ്ടതാണ്, അല്ലാണ്ട് പോകാൻ കഴിയില്ല. കാരണം അവരത് മനസ്സിലാക്കുന്നുണ്ട്. ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് അവരതിൽ യാത്ര ചെയ്യുന്നത്.